ഉമർ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കള്ള് വാങ്ങിയിട്ട് കള്ള് കുടിക്കാൻ വീട്ടിലേക്ക് ഇങ്ങനെ കുപ്പിയും വാങ്ങി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് യാദൃശ്ചികമായി സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ എത്തിപ്പെട്ടു. ഉമർ ഖത്താബ് തങ്ങളാണ് മുമ്പിലെത്തിയത്. ഈ ചെറുപ്പക്കാരൻ പേടിച്ച് പറക്കാന്ന്, പഠിച്ചവനെ, ഉമറല്ലേ ആള്, എൻ്റെ കയ്യിലുള്ളത് കള്ളിൻ്റെ കുപ്പിയാണല്ലോ, എൻ്റെ കയ്യിലുള്ള ഈ കള്ളങ്ങാനം ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആരാണ് ആള്? ഉമറല്ലേ, എന്താ സംഭവിക്കാന്ന്. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ അടുത്തെത്തിപ്പോയി. ഉമർ ഖത്താബ് തങ്ങൾ ഈ ചെറുപ്പക്കാരൻ്റെ വരവ് കണ്ട് പേടിച്ച് വിറക്കുന്നു. കാലുകൾ വിറക്കുന്നു, കൈകൾ വിറക്കുന്നു, തൊണ്ടയിടറുന്നു. കള്ളിൻ്റെ കുപ്പി മെല്ലെ വസ്ത്രത്തിൻ്റെ പിന്നിൽ, കമീസിൻ്റെ പിന്നിൽ മാറ്റി പിടിച്ചു, ഉമർ ഖത്താബ് തങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി. ഉമർ ഖത്താബ് തങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു. ഉമർ ഖത്താബ് തങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു. സലാം പറഞ്ഞു. ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാണ്, ആരാണ് വരുന്നത്? കനത്ത ശബ്ദം. ഉമർ ഖത്താബ് തങ്ങളുടെ ഈ ചെറുപ്പക്കാരൻ പതറി പറഞ്ഞു, ഞാനാണ്. ആ സമയത്തെൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, തൗബ സ്വീകരിക്കാൻ റമദാൻ 27 വരെ കാത്തിരിക്കണമെന്നില്ല. തൗബ ചെയ്യുവാൻ ഓരോ നിമിഷങ്ങളിൽ നമുക്ക് തൗബ ചെയ്യാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഒറ്റ തൗബ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിലെങ്ങാനും നീനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ലം അശ്റബ് അബദാ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കള്ള് കുടിക്കൂല റബ്ബേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിലെങ്ങാനും നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ള് കുടിക്കൂല. തൗബ, നിമിഷ നേരം കൊണ്ട് തൗബ അള്ളങ്ങ് സ്വീകരിച്ചണ്ട. മനസ്സറിഞ്ഞായിട്ട് പറഞ്ഞാൽ അള്ളാഹു റെഡിയാണ്. ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്താ നിന്റെ കയ്യിലുള്ളത്? കനത്ത ശബ്ദം. അതൊരു കുപ്പിയാണ്, എടുക്ക് കാണട്ടെ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ കള്ളിൻ്റെ കുപ്പിയുടെ മൂടിയങ്ങ് അയച്ചു നോക്കുമ്പോൾ സ്വാറഹല്ല, അതൊന്നാം തരം സുർക്കയായി മാറി. കള്ളിനെ അല്ലാഹു തആല സുർക്കയാക്കി അങ്ങ് മാറ്റി. കണ്ടോ, തൗബ സ്വീകരിക്കുമ്പോഴേക്ക് കറാമത്തിൻ്റെ പദവി ഉയർന്നു കഴിഞ്ഞു. അപ്പം ഈ ചെറുപ്പക്കാരൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. പഠിച്ചവനെ മനസ്സുകൊണ്ടാ പറയുന്നത്, അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിലെങ്ങാനും എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ലം അശ്റബ് അബദാ, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ള് കുടിക്കൂല അല്ലാന്ന് പറഞ്ഞു. അള്ളങ്ങ് സ്വീകരിച്ചു. കണ്ടോ, അള്ളാഹു റെഡിയാണ്. അതുകൊണ്ട് വിഷമങ്ങൾ, തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും. അള്ളാഹുവിനൊക്കെ ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു വല്ലാത്ത സ്നേഹമുള്ളവനാണ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ. പരിശുദ്ധ റമദാൻ ഷരീഫ് വേണ്ടതുപോലെ സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ചേർത്തണേ റഹ്മാനേ.